നമസ്കാരം. നമ്മുടെ അൽബിനി ഫിസിയോയുടെ അടുത്ത വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇതുവരെയുള്ള എല്ലാ വീഡിയോയും കണ്ട എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വരുന്നുണ്ട്, അല്ലാണ്ട് വിളിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം എന്നെ കൊണ്ടാകാവുന്ന രീതിയിൽ ഞാൻ വിളിക്കുന്നവരെല്ലാം തന്നെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, മറുപടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വിളിക്കുന്നതിന് വളരെയധികം സന്തോഷം. നിങ്ങളുടെ ഏത് സംശയവും നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതും കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. എല്ലാ സഹകരണങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കാൽമുട്ട് വേദനയാണ്. കാൽമുട്ട് വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, പലതരം ആർത്രൈറ്റിസ് ഉണ്ട്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ഇങ്ങനെ പലതരം ആർത്രൈറ്റിസ് ഉണ്ട്. അത് പിന്നെ സബ് ഡിവിഷൻസ് വേറെ ഉണ്ട്. നമ്മൾ ഒരുപാട് മെഡിക്കൽ കാര്യങ്ങളൊന്നും നമ്മുടെ ഈ ചാനലിൽ അങ്ങനെ ഒരു ഇതെന്താണിത്, എന്തുകൊണ്ട് വരുന്നു, ഇത് എന്താണ് എൻ്റെ പല ലെവൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ടതിൻ്റെ സിമ്പിളായിട്ടുള്ള റെമഡീസ്. വീട്ടിൽ നമ്മൾ ഇതിന് ഒരു മുട്ടുവേദന സാധാരണ എല്ലാവരും തന്നെ, അതുകൊണ്ടാണ് ഞാൻ അധികം മെഡിക്കൽ ടെർമിനോളജി ഒന്നും യൂസ് ചെയ്ത് വലിയ കാര്യങ്ങളിലേക്ക് പോകാതെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ടത് ഏത് അസുഖം വന്നു കഴിഞ്ഞാലും ഇതെങ്ങനെ പരിഹരിക്കാം. ഇത് ചെറിയ കാര്യങ്ങൾ, ചെറിയ എക്സസൈസ് കൊണ്ട് നമുക്ക് വീട്ടിൽ പരിഹരിക്കാൻ സാധിച്ചാൽ പിന്നെ അടുത്ത സ്റ്റേജിലേക്ക് പോകേണ്ട. അങ്ങനെ സാധിച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് അടുത്ത സ്റ്റേജിലേക്കോ പല ഒരു മെത്തേഡിലേക്കോ ഒക്കെ നമുക്ക് പോകേണ്ടി വരുന്നതുകൊണ്ടാണ് ഞാൻ ഒരുപാട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാറ്. ഇപ്പം മുട്ടുവേദന ഞാൻ പറഞ്ഞ പല കാരണങ്ങൾക്കും ഉണ്ടാവും. ഇപ്പം നമ്മൾ സാധാരണ രീതിയിൽ പ്രായമായ ആളുകൾക്ക് വരുന്ന മുട്ടുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർത്രൈറ്റിസ് കൊണ്ടായിരിക്കും സാധാരണ രീതിയിൽ അത് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ കൊണ്ടാണ് സാധാരണ വരുന്നത്. അതായത് നമ്മുടെ ജോയിൻസിന്, അതായത് നമ്മുടെ കാൽമുട്ടിൻ്റെ ഇടയിൽ ആർട്ടിക്കുലർ കാർട്ടിലേജ് എന്നൊരു സാധനമുണ്ട്. അതായത് ഈ ബോൺ തമ്മിൽ ഒരസൽ വരാതിരിക്കാൻ വേണ്ടി ആർട്ടിക്കുലർ കാർട്ടിലേജ് എന്ന് പറയുന്നൊരു കാർട്ടിലേജ് ഉണ്ട് അതിനിടയിലേക്ക്. ഈ കാർട്ടിലേജിന് എന്താ പറ്റുക, ഡീജനറേഷൻ സംഭവിച്ചു കഴിയുമ്പോഴത്തേന് നമ്മൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് സാധാരണ. അപ്പോൾ ഡീജനറേഷൻ സാധാരണ വരുമ്പോഴത്തേന് എന്താ സംഭവിക്കുക, ഈ രണ്ട് ബോണിൻ്റെ ഇടയിലിരിക്കുന്ന സാധനമാണ് ആർട്ടിക്കുലർ കാർട്ടിലേജ് എന്ന് ഞാൻ പറഞ്ഞു. ഈ രണ്ട് ബോണിൻ്റെ ഇടയിലിരിക്കുന്ന ആർട്ടിക്കുലർ കാർട്ടിലേജിന് ഡീജനറേഷൻ എന്ന് പറഞ്ഞാൽ അതിന് ചെറിയ തേയ്മാനങ്ങൾ സംഭവിക്കുമ്പോഴത്തേന് നമ്മുടെ രണ്ട് എല്ലുകൾ തമ്മിൽ കൂട്ടി ഉരസാൻ തുടങ്ങും. കൂട്ടി ഉരയാൻ തുടങ്ങുമ്പോഴത്തേന് നമുക്ക് തന്നെ ചിലപ്പോൾ ഫീൽ ചെയ്യും ക്രെപ്പിറ്റേഷൻസ്, അതായത് ചെറിയ സൗണ്ടുകൾ കേൾക്കാൻ തുടങ്ങും. അതിന് നമ്മൾ മെഡിക്കലി പറഞ്ഞ ക്രെപ്പിറ്റേഷൻ എന്നാണ്. ചിലപ്പോൾ ക്ലിക്ക് എന്നൊരു സൗണ്ട് നമ്മൾ സാധാരണ നടക്കുമ്പോഴത്തേനോ അല്ലെങ്കിൽ ഈ മുട്ടിൻ്റെ മൂവ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേനോ നമുക്ക് സാധാരണ ഇതിൽ അങ്ങനെ സൗണ്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ ഒരു ലക്ഷണമാവാം. പല ലക്ഷണങ്ങളുണ്ട് അങ്ങനെ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് വരുന്ന സ്വെല്ലിങ്, അതായത് അവിടെ നീരുണ്ടാവും, ഒരു ചെറിയ റെഡ്നെസ് ഉണ്ടാവും, പിന്നെ റെസ്ട്രിക്ഷൻ ഓഫ് മൂവ്മെൻറ്റ്, ആ മൂവ്മെൻറ്റ് ചെയ്യാൻ സാധിക്കാതെ വരും, പിന്നെ ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. അവർക്ക് എന്താ പറയുക, നമ്മുടെ നടയൊന്നും കയറാൻ വേണ്ടി സാധിക്കില്ല, സ്റ്റെപ്പുകൾ കയറാൻ സാധിക്കില്ല. പിന്നെ നടക്കുമ്പോൾ തന്നെ മുട്ട് ബക്കിൾ ചെയ്ത് പോകും, അതായത് മുട്ട് പെട്ടെന്ന് നമ്മുടെ ഒരു വെട്ടിപ്പോവാന്ന് പറയില്ലേ, അങ്ങനെ ഒരു ബലക്കുറവ് പോലെ ഫീൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ എന്താ പറയുക നമ്മുടെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ മുട്ടുവേദനയിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കൂടുതലായിട്ടുള്ള എന്തോ ഒരു തണുപ്പായതുകൊണ്ടാണെന്ന് തോന്നുന്നു, തൊണ്ടയ്ക്കൊരു ചെറിയ പിടുത്തം, ക്ഷമിക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സിവിയറായിട്ടുള്ള കണ്ടീഷൻസിൽ മുട്ടിൻ്റെ നമ്മളൊന്നും ചെയ്തിട്ട് ഇത് അങ്ങനെ അങ്ങ് പൊയ്ക്കോട്ടെ എന്ന് നമ്മൾ പ്രായമാകുമ്പോൾ എല്ലാവർക്കും വരുന്നതാണ്, അങ്ങനെ അങ്ങ് പൊയ്ക്കോട്ടെ വിചാരിക്കുന്ന പല ആളുകളുണ്ടാവും. അങ്ങനെ വരുന്ന ആളുകളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവസാനം ഡീഫോമിറ്റി ഉണ്ടാവാനുള്ള സാധ്യത. ഡീഫോമിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, നമ്മുടെ കാലിൻ്റെ ഷേപ്പ് നഷ്ടപ്പെട്ട് ഒരു കസേരയുടെ കാല് പോലെ വളഞ്ഞ് സാധാരണ കാലുകൾ വരാൻ സാധ്യതയുണ്ട്. ഒരു സെമി സർക്കിളായിട്ട് ഒരു കാല് വളഞ്ഞിട്ട് എന്നാൽ നമുക്ക് എന്താ പറയുക, ഒരു ചെറിയ വാരം ഡിഫോമിറ്റി എന്നൊക്കെയാണ് പറയുന്നത്. ഒന്നുമില്ല, കാല് വളഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഈ അവസ്ഥയിലൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മസിലിനെ സ്ട്രെങ്തൻ ചെയ്യും. ഇപ്പം ഇതിൻ്റെ അകത്ത് ഡീജനറേഷൻ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിയർ ആൻഡ് ടിയർ കൊണ്ട് സംഭവിക്കാം, പ്രായം കൊണ്ട് സംഭവിക്കാം, റിപ്പീറ്റഡ് യൂസ് കൊണ്ടൊക്കെ സംഭവിക്കാം, പല കാര്യങ്ങളുണ്ട്. പ്രൈമറി സെക്കൻഡറി എന്നൊക്കെ പറയും. അതായത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് അത് ഓസ്റ്റിയോ ആർത്രൈറ്റിസിലേക്ക് വരുന്ന കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ നോക്കേണ്ട. നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ മസിലിനെ എങ്ങനെ സ്ട്രെങ്തൻ ചെയ്യാം, ഇതിൻ്റെ സറൗണ്ടിങ് മസിൽസിനെ എങ്ങനെ സ്ട്രെങ്തൻ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ക്വാഡ്സെപ്സ് എന്ന മസിൽസാണ് മെയിനായിട്ട് നമ്മുടെ തൈയിൽ കാണുന്ന ഏറ്റവും വലിയ മസിൽസ്. ഈ മസിൽസ് ഒരു കപ്പ് പോലെ മൂടി വന്ന് നമ്മുടെ പറ്റില്ല, അതായത് നമ്മുടെ എന്താ പറയുക മുട്ടുചിരട്ടയും കവർ ചെയ്തിട്ട് ഇവൻ ഇവിടെ വന്നിട്ടാണ് അറ്റാച്ച് ചെയ്യുന്നത്, അതിൻ്റെ താഴെയായിട്ടാണ് ഇതൊന്ന് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ മസിൽസിനെ, അതായത് ഈ മസിൽസൊക്കെ നമ്മുടെ എന്താ പറയുക, നമ്മൾ നടക്കുന്ന ഏറ്റവും ഉപകരിക്കുന്ന മസിൽസും ഒക്കെയാണ്. അപ്പോൾ ഈ മസിൽസിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്ത് നമ്മൾ നിർത്തുകയാണെങ്കിൽ നമുക്ക് ഇത് എന്താ പറയുക, ഡീഫോമിറ്റിയിലേക്ക് പോകാതെയോ കാൽമുട്ട് വേദന നമുക്ക് ഒരു പരിധി എന്ന് പറഞ്ഞാൽ ഒരു 80% വരെ നമുക്ക് ഈ കാൽമുട്ട് വേദന നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്.
അപ്പോൾ എന്തൊക്കെ എക്സസൈസുകളാണ് നമ്മൾ ഈ കാൽമുട്ട് വേദനയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുക? നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത് അതായത് മുട്ടുവേദനയ്ക്കുള്ള സാധാരണ എക്സസൈസാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, സാധാരണ എക്സസൈസാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനം എടുത്തിട്ട് ടർക്കി ടവൽ നമ്മൾ എടുക്കുക, നീളമുള്ള എടുക്കുക. ഇതിപ്പോൾ ശകലം എന്താ പറയുക, ഇത്രയും വേണമെന്നൊന്നുമില്ല, ചെറിയ ഒരു ഇത്രയും നീളമുള്ളതും കട്ടിയുള്ളതും വേണമെന്നില്ല. എന്തെങ്കിലും അവൈലബിൾ ആയിട്ടുള്ള ഞാൻ നിങ്ങൾക്ക് ഡെമോയ്ക്ക് വേണ്ടി എടുത്തു തന്നുള്ളൂ. ഇത് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ മടക്കിയ ശേഷം ഈ ടർക്കി ടവൽ പണ്ടൊക്കെ നമ്മൾ എന്താ പറയുക, എന്താ തലയിൽ നിങ്ങൾ സാധനം എടുത്തുകൊണ്ടിരിക്കും, നമ്മൾ ഇവിടെയൊക്കെ കോട്ടയംകാർ നമ്മൾ ചുമ്മാടുന്നത് മനസ്സിലാകുന്നുണ്ടോ? അത് ഇങ്ങനെ മടക്കിയ ശേഷം നമ്മുടെ കാലിനടിയിലേക്ക് സ്വന്തമായിട്ട് ചെയ്യേണ്ട എക്സസൈസുകളാണ്, വേറെ ആൾ മടക്കി തരുമെന്നുള്ള, സ്വന്തമായിട്ട് മടക്കി വെച്ചോണം. ഇങ്ങനെ നമ്മൾ വെച്ച ശേഷം നമ്മുടെ കാല് കണ്ടോ, ഇനി ഇതിലേക്ക് നന്നായിട്ട് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഫീൽ ചെയ്യും ഈ മസിൽസ് കണ്ടോ, ഈ മസിൽസ് നല്ല കണ്ടോ, ഈ മസിൽസിന്റെ കൺട്രാക്ഷൻ നമുക്ക് തന്നെ ഫീൽ ചെയ്യും. അങ്ങനെ ഒരു 10 സെക്കൻഡ്സ് നമ്മൾ ഹോൾഡ് ചെയ്യുക. 10 സെക്കൻഡ്സ് മീൻസ് 1 2 3 4 5 6 7 8 9 10. ഓക്കെ, റിലാക്സ്. അപ്പോൾ നമ്മൾ റിലാക്സ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഇതുപോലൊരു സാധനം മടക്കി വെക്കുക. മടക്കി വെച്ച ശേഷം നേരെ നമ്മുടെ കാല്, അതായത് ഈ മുട്ട് ഭാഗം കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്യുക. നന്നായി പ്രസ് ചെയ്തൊരു 10 സെക്കൻഡ്സ് നമ്മൾ പിടിച്ച ശേഷം റിലാക്സ് ചെയ്യുക. എഗെയിൻ ചെയ്യുക, അങ്ങനെ തന്നെ ചെയ്യുക. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ അത് 10 സെക്കൻഡ് പിടിക്കുക. അങ്ങനെ ഒരു 5 സെറ്റ് ചെയ്യുക. 5 സെറ്റ് നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ കാൽമുട്ട് വേദന ഈ കാലിലാണെങ്കിൽ ഇതിന് മാത്രമായിട്ട് നിങ്ങൾ ചെയ്യാൻ നിൽക്കുന്ന അടുത്ത കാലിനെ ചെയ്തു. കാര്യം മസിലിൻ്റെ സ്ട്രെങ്തും ചെയ്യുമ്പോൾ ഒരു എന്താ പറയുക ഒരിടത്ത് സ്ട്രെങ്ത് കൂടുതൽ, ഒരിടത്ത് സ്ട്രെങ്ത് കുറവും വരണ്ട. അതുകൊണ്ട് നിങ്ങൾ മറ്റേ മുട്ടുകൊണ്ട് ധൈര്യമായിട്ട് ചെയ്തു. ഇതേ പ്രൊസീജിയർ മറ്റേ മുട്ടും നിങ്ങൾ സാധാരണ ഇതിൽ ചെയ്യുക. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? പിന്നെ അടുത്ത ഇതിപ്പോൾ നമ്മൾ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ കാലിൻ്റെ മസിൽസിനെ ഏകദേശം എല്ലാ മസിൽസിനെയും നമ്മൾ സ്ട്രെങ്തൻ ചെയ്യും. ഓരോ മസിൽസിൻ്റെ പേരും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, അതിൻ്റെ ആവശ്യം നമുക്കില്ല. നമുക്ക് എന്താ പറയുക, നമുക്ക് ഈ കാലിൻ്റെ മസിൽസിനെ മുഴുവൻ നിന്ന് സ്ട്രെങ്തൻ ചെയ്യാമെന്ന് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. അല്ലാതെ ഓരോ മസിൽസിനും ഇൻഡിവിജ്വൽ അതിൻ്റെ ഒറിജിനൽ ഇൻസേർഷൻ ഒക്കെ പറഞ്ഞാൽ അത് എവിടെ എന്തുകൊണ്ടാണ് എക്സസൈസ് ചെയ്യേണ്ടത് എന്നൊന്നും നമ്മളിപ്പോൾ പറയുന്നില്ല. അതിൻ്റെ ആവശ്യകത തോന്നാത്തതുകൊണ്ടാണ് അത് പറയാത്തത്. അടുത്ത നമ്മൾ സെയിം ഇത് തന്നെ നമ്മൾ കാലിൻ്റെ ഈ പോർഷനിൽ വെക്കുക. എന്നിട്ട് എന്താ സംഭവിക്കുക, നന്നായിട്ട് പ്രസ് ചെയ്യുന്ന സെയിം പ്രൊസീജിയർ, അതായത് നന്നായിട്ട് പ്രസ് ചെയ്യുക. മുട്ടുകൊണ്ടല്ല, കാലിൻ്റെ ഈ ഭാഗം കൊണ്ട് എവിടെയാണോ വെച്ചിരിക്കുന്നത് ആ ഭാഗത്തേക്ക് നല്ലപോലെ പ്രഷർ കൊടുക്കുക. പ്രഷർ കൊടുത്ത ശേഷം 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, നമ്മൾ റിലീസ് ചെയ്യുക. അതൊരു 5 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. സെയിം തിങ് തന്നെ നമ്മൾ ഇപ്പുറത്തെ കാലിലും റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, ഈ 2 എക്സസൈസ് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഇനി അടുത്തൊരു എക്സസൈസ് എന്ന് പറയുമ്പോൾ തന്നെ ഒന്നുമില്ല, കാല് നേരെ ചെരിച്ച് ഇങ്ങനെ വെക്കുക. ഇനി കാല് നേരെ മുകളിലേക്ക് ഉയർത്തിക്ക്. ആ ഓക്കെ, ഇനി പതുക്കെ പതിയെ താത്തെ. യെസ്, മുകളിലേക്ക് ഉയർത്തിക്ക്. ശ്രദ്ധിക്കേണ്ട കാര്യം, കാലിങ്ങനെ തന്നെ ഈ പോർഷൻ നേരെ ചെരിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി പതുക്കെ താത്ത. ഓക്കെ, ശരി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, കാല് നേരെ തന്നെ ഇരുന്നോട്ടെ, പുറത്തേക്ക് കാല് ഇങ്ങനെ ഇട്ടിട്ട് അവിടെ നിന്നെടുത്ത് നേരെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നേ. എന്നിട്ട് റിപ്പീറ്റ് ചെയ്യേണ്ട കേസാണ്. അതൊരു നമ്മളൊരു 5 ടൈം റിപ്പീറ്റ് ചെയ്യേണ്ടതാണ് എല്ലാ എക്സസൈസും. ഇത് നമ്മൾ ചെയ്യുക കേട്ടോ, മനസ്സിലാവുന്നു? ഈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് 2 കാലിനും ചെയ്തു, ഒരു കാലിന് മാത്രമായിട്ട് ചെയ്യണം. എനിക്ക് കാലിന് ഒരു മുട്ടിന് വേദന ഉള്ളത് അതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളൊരു കാര്യമില്ല. പണ്ട് ഞങ്ങൾ സൈക്കോളജി പഠിപ്പിച്ചൊരു സാറുണ്ടായിരുന്നു. അദ്ദേഹത്തെ ശ്രദ്ധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്പെക്സിന് ഒരു ഗ്ലാസ്സേ ഉള്ളൂ, ഒരു ഗ്ലാസ് ഇല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, സാറ് എന്താ ഒരു ഗ്ലാസ് ഇല്ലാതെ? എനിക്ക് ഒരു കണ്ണിനെ കുഴപ്പമുള്ളൂ, പിന്നെ മറ്റേ ഗ്ലാസ് എന്തിനാണ് സാറിനോട് മറുപടി പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ഒരു കാലിൻ്റെ കുഴപ്പമുള്ള ആ കാലിന് തന്നെ നമ്മൾ വെക്കണ്ട, മറ്റേ കാലിനോട് ചെയ്തു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെങ്ത് ഒരുപോലെ ഇരുന്നോളൂ. ഓക്കെ, അടുത്തൊരു എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇനി കാലിവിടെ ഉയർത്തിക്ക്, നേരെ ഉയർത്തിക്ക്. ഇന്ന് ഹോൾഡ് ചെയ്യുക, 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. ഓക്കെ, പതിയെ താത്തയും നേരെ മുകളിലേക്ക് നോക്കി. യെസ്, ഒന്ന് ഹോൾഡ് ചെയ്തേ. 10 സെക്കൻഡ്സ് എല്ലാത്തിനും ഒരു ഹോൾഡിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ ശേഷം മാത്രം നമ്മൾ ജിമ്മിലൊക്കെ പോയി എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഒരു പാറ്റേണിൽ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പെട്ടെന്ന് സ്പീഡിൽ ചെയ്ത മസിൽസിന് ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്നത്ര ഒരു പവറും അല്ലെങ്കിൽ മസിലിൻ്റെ ബൾക്കും ഒന്നും കൂടുതൽ. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നൊരു റിതംക്കായിട്ട് മാത്രമേ നമുക്ക് എല്ലാ എക്സസൈസും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഈ സെയിം തന്നെ ഇപ്പോഴത്തെ കാലിലും ചെയ്യാം. ഓക്കെ, ഹോൾഡ് ചെയ്യാം. നമ്മൾ വിടുക. ഓക്കെ, ശരി.
അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സസൈസ് എല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഈ എക്സസൈസുകൾ നമ്മൾ മുട്ടുവേദനയ്ക്ക് വേണ്ടിയുള്ള എക്സസൈസുകളാണ്. അപ്പം ഇത് എന്താ പറയുക, നമുക്ക് മുട്ടുവേദന പല കാരണങ്ങൾ കൊണ്ട് വരാം. ഏത് കാരണങ്ങൾ കൊണ്ട് വന്നു കഴിഞ്ഞാലും നമ്മൾ ഈ ചെയ്ത എക്സസൈസ് ഒരു ദോഷവുമില്ല. കാരണം മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ എക്സസൈസ് ചെയ്തിട്ടും നിങ്ങൾക്ക് യാതൊരുവിധ മാറ്റവും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഓർത്തോപെഡിക് സർജനെ നിങ്ങൾ കൺസൾട്ട് ചെയ്ത ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകുക. ഇപ്പോൾ ഈ നമ്മൾ ഇപ്പോൾ കാണിച്ച എക്സസൈസാണ് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്നത്. ഈ എക്സസൈസ് കൊണ്ടൊന്നും ഒരു മാറ്റവും നിങ്ങൾക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഇനീഷ്യൽ സ്റ്റേജിലല്ല കണ്ടീഷൻ ഒരു രണ്ടാമത്തെ സ്റ്റേജിലേക്കും മൂന്നാമത്തെ സ്റ്റേജിലേക്കും പോയിട്ടുണ്ടാകും. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് നിങ്ങൾ എക്സ്റേ എടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ കൂടുതൽ വിശദമായിട്ട് വിശകലനം ചെയ്ത ശേഷം മാത്രമേ ചിലപ്പോൾ അത് സർജിക്കലി കറക്റ്റ് ചെയ്യേണ്ട കേസാണെങ്കിൽ സർജിക്കലി കറക്റ്റ് ചെയ്യണം. സർജിക്കലി കറക്റ്റ് ചെയ്താൽ TKR എന്ന് പറയുന്നത് ടോട്ടൽ നീ റീപ്ലേസ്മെൻ്റ് എന്നാണ് സാറിന് പറയുന്നത്. അതിൻ്റെ ബൈ കമ്പാർട്ട്മെൻറ്റുണ്ട്, ട്രൈ കമ്പാർട്ട്മെൻറ്റുണ്ട്. അതായത് ചില ഒരു ഭാഗം മാത്രമായിട്ട് തേഞ്ഞു പോകുന്ന കേസുകളുണ്ട്. അതായത് അതിന് നമ്മൾ യൂണി കമ്പാർട്ട്മെൻറ്റ് എന്ന് പറയും. പിന്നെ 2 കമ്പാർട്ട്മെൻറ്റ്, ബൈ കമ്പാർട്ട്മെൻറ്റ്. ട്രൈ കമ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ്, നീയുടെ മുഴുവൻ റീപ്ലേസ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്, ശസ്ത്രക്രിയയാണ്. പിന്നെ അപ്പോൾ അത് കഴിഞ്ഞ ശേഷവും ഫിസിയോതെറാപ്പി നിങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാനുള്ള ഫിസിയോതെറാപ്പി ചെയ്യാത്ത ആളുകളും ചെയ്ത ആളുകളും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ചെയ്ത ആളുകൾക്ക് പൂർണ്ണമായിട്ടും മുട്ടുമടക്കാൻ സാധിക്കും. ചെയ്യാത്ത ആളുകൾക്ക് ആ കംപ്ലീറ്റ് റേഞ്ച് ഓഫ് മോഷനിലേക്ക്, അതായത് റേഞ്ച് ഓഫ് മോഷൻ മീൻസ് ആ മുട്ട് മടക്കുന്ന ആ ഒരു ഏറ്റവും അവസാന ഘട്ടം വരെ മടക്കുന്ന അവിടം വരെ പോകാതെ അവർക്കൊരു ഇടയിലൊരു സ്റ്റിഫ്നെസ് ഉണ്ടാവാനുള്ള സാധ്യത സ്റ്റിഫ്നെസ് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതിന് മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞ ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഉടനെ തന്നെ ഡോക്ടർ അഡ്വൈസ് ചെയ്തേ വിടുകയുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളത് ഓർത്തോപെഡിക് സർജൻ അഡ്വൈസ് ചെയ്തേ വിടാറുള്ളൂ. നിങ്ങളത് സ്കിപ്പ് ചെയ്ത് പോകാതെ നിങ്ങൾ തീർച്ചയായിട്ടും ആ എക്സസൈസിൻ്റെ പാറ്റേൺ കംപ്ലീറ്റ്ലി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ആ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പ്രയോജനം ലഭിക്കുകയുള്ളൂ. അങ്ങനെ അപ്പോൾ ഇനിയും എന്താ പറയുക, അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വാസത്തോടുകൂടി നമസ്കാരം.